സാർ, നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അപഹസിച്ച സോണിയയ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. അതായത് രാജ്യസഭയിൽ 40 എംപിമാർ ചേർന്നാണ് നോട്ടീസ് നൽകിയത്. കടുത്ത നടപടി ഉണ്ടാകുമോ? അത് ഏത് നടപടിയും സ്വീകരിക്കാം. രാജ്യസഭയ്ക്ക് വേണമെങ്കിൽ പുറത്താക്കുകയും ചെയ്യാം. അത്ര കടുത്ത നടപടി. കാരണം ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ 1978 അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യം കുറച്ച് വിശദമായിട്ട് അവസാനം പറയാം. ഇത് നടപടിക്രമവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് വരാം. അതായത് ഈ 41 എംപിമാർ അവകാശ ലംഘന നോട്ടീസിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ 21 പേര് ഗോത്രവർഗ എംപിമാരാണ് എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ കാരണം ഗോത്രവർഗത്തിൽ നിന്നുള്ള ഒരാളെയാണല്ലോ പ്രസിഡന്റ് ആക്കിയത്. രാഷ്ട്രപതിയായ അങ്ങനെ ഒരാളെയാണ് മറ്റേ മദാമ്മ അപഹസിച്ചിരിക്കുന്നത്. അതിൽ ഈ നമ്മുടെ ഈ ഇവിടുത്തെ മാധ്യമങ്ങൾ മര്യാദയ്ക്ക് പരിഭാഷ ചെയ്യാത്തൊരു ഭാഗമാണ് അതിൽ ഈ പുവർ തിങ് എന്നുള്ളത്. പുവർ ലേഡി എന്ന് ആദ്യ ഭാഗത്തുണ്ട്, അത് പാവം സ്ത്രീ നമുക്ക് പറയാം. മറ്റേ പുവർ തിങ് എന്നുള്ളത് ഈ കുലസ്ത്രീകളുണ്ടല്ലോ, കുലസ്ത്രീകൾ വീട്ടിലെ അടിച്ചുതാളിക്കാരെ പറ്റി പറയുന്ന വർത്തമാനമാണ് ഇംഗ്ലീഷ് എടുക്കുമ്പോൾ. പൊട്ടിപ്പെണ്ണ്, ഓ അവള് ജാനു ഒരു പൊട്ടിപ്പെണ്ണ് എന്നൊക്കെ ഈ കുലസ്ത്രീകൾ പറയും. ആ തരത്തിലാണ്, ഡിറോഗേറ്ററി ടേമാണത്. അത് ഇവിടുത്തെ മാധ്യമങ്ങളും ചാനലുകളും ഇത് മര്യാദയ്ക്ക് അത് പറഞ്ഞില്ല. ആ പാവം സ്ത്രീ എന്നുള്ള ഭാഗമേ പറയുന്നുള്ളൂ. അവിടെയും ലഘൂകരിക്കുകയാണ് ഈ മദാമ്മയുടെ ഈ ക്രൂരത. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവരുടെ ഈ അവകാശ ലംഘന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡിറഗേറ്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഈ അപമാനിക്കൽ ആണ്. ഡിമീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അന്തസ് അന്തസ് കെടുത്തുന്നത് സഭയുടെ. അപ്പോൾ ജനുവരി 31 അവർ രാഷ്ട്രപതിക്കെതിരായ ഈ പരാമർശങ്ങൾ നടത്തിയത്. മറ്റേ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടിയാണല്ലോ എല്ലാ പാർലമെൻറ്റ് സെഷനും തുടങ്ങുന്നത്. നിയമസഭയും അങ്ങനെ തന്നെയാണ്. ആ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് മദാമ്മ പറഞ്ഞത് അവർ ക്ഷീണിച്ചു. എന്നിട്ട് അസാധാരണമാം വിധം രാഷ്ട്രപതി ഭവൻ അതിൽ പ്രതികരിച്ചിരുന്നു. കാരണം ഗോത്രവർഗക്കാരെയും പിന്നാക്കക്കാരെയും പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ രാഷ്ട്രപതിക്ക് ക്ഷീണിക്കാൻ സാധ്യമല്ല എന്നതിൽ പറഞ്ഞിരുന്നു. അന്തസ് കെട്ട വർത്തമാനമാണ് ഇവർ പറഞ്ഞിരിക്കുന്നതെന്നും അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അവകാശ ലംഘന നോട്ടീസിൽ അന്തസ് കെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് സഭയുടെ. പാർലമെൻ്ററി പ്രൊസീജിയേഴ്സ്, പാർലമെൻ്ററി പ്രക്രിയയുടെയൊക്കെ വിശുദ്ധി നഷ്ടപ്പെടുത്തി, സാങ്ക്ടിറ്റി നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാർലമെൻ്ററി പ്രിവിലേജസ്, അത് സോണിയയ്ക്ക് ഇനി അനുവദിച്ചുകൂടാ. പാർലമെൻറ്റിൽ ഒരുപാട് അവകാശങ്ങളുണ്ടല്ലോ. പാർലമെൻറ്റിൽ അംഗമായിരിക്കുന്നത് കൊണ്ട് ചില അവകാശങ്ങൾ കിട്ടുമല്ലോ, പ്രത്യേകിച്ച് അതിനൊന്നും അവർ അർഹയല്ല. അപ്പോൾ അർഹയല്ല എന്ന് പറഞ്ഞാൽ അവരെ സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കണോ അങ്ങനത്തെ നടപടികളിലേക്ക് കയറണം എന്നാണ്. എത്തിക്സ്, ധാർമ്മികത അത് പാലിച്ചിട്ടില്ല. കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റച്ചട്ടം, അത് സോണിയാഗാന്ധി പാലിച്ചിട്ടില്ല. ഒരാളും മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാൻ പാടില്ല സഭയുടെ അകത്ത്. എല്ലാവരും തുല്യരാണ്. അങ്ങനെയാണല്ലോ. ഇതിലങ്ങനെയല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗോത്രവിരുദ്ധമാണിത്, എലിറ്റിസ്റ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. വരേണ്യ, കുലസ്ത്രീ ചെയ്യുന്ന പരിപാടികളാണ് ഈ ചെയ്തിരിക്കുന്നത്. പിന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധി ന്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അബ്യൂസ് ഓഫ് പ്രിവിലേജ് ബൈ എൻ MP ഈസ് ഡിഫിക്കൽട്ട് ടു ഡൈജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു MP ആയിരിക്കുന്ന ഒരാൾ തന്നെ ഈ അവർക്കുള്ള അവകാശങ്ങളുണ്ടല്ലോ, പ്രത്യേക അവകാശങ്ങൾ, അത് ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് ദഹിക്കാത്ത കാര്യമാണ് എന്ന് കോടതി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രിവിലേജസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നുള്ളത് അവർ മര്യാദക്ക് ചെയ്യണമല്ലോ. അല്ലാതെ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ അവഹേളിക്കലാണ് എൻ്റെ അവകാശം എന്ന് ധരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു MPക്ക് അതിനെപ്പറ്റി ബോധമില്ല എന്നുള്ളത് കോടതിക്ക് ദഹിക്കുന്നില്ല എന്നുള്ളത് സുപ്രീം കോടതി മുമ്പൊരു ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ അവകാശ ലംഘന നോട്ടീസിൽ. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വളരെ വിശദമായ നോട്ടീസാണത്. ഗ്രാവിറ്റി, അച്ചടക്ക നടപടി, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗുരുതരമാണ് ഇവർ ചെയ്തിരിക്കുന്നത്, അച്ചടക്ക നടപടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഡെക്കോറം, അതിൻ്റെ അന്തസ്സുണ്ടല്ലോ, അത് നീക്കിയിട്ടില്ല, അത് നോക്കിയിട്ടില്ല. മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പര ബഹുമാനം, അത് അവർ പാലിച്ചിട്ടില്ല സോണിയാഗാന്ധി. ബ്രീച്ച് ഓഫ് പാർലമെൻ്ററി പ്രിവിലേജസ്, എത്തിക്സ്, ധാർമ്മികത, പാർലമെൻ്ററി അവകാശങ്ങളുടെ ലംഘനം, പ്രൊപ്രൈറ്റി, ഔചിത്യം പാലിച്ചിട്ടില്ല. പിന്നെ കണ്ടംപ്ച്വസ് കണ്ടക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപലപനീയമായ പെരുമാറ്റമാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. പിന്നെ സാധാരണഗതിയിൽ ഈ അവകാശ ലംഘനം വരാവുന്ന വേറൊന്ന്, ഒരു മന്ത്രി ഈ തെറ്റിദ്ധരിപ്പിക്കുക പിന്നെ ഈ അംഗങ്ങളെ, വസ്തുതകൾ മറച്ചു വയ്ക്കുക പ്രസംഗിക്കുമ്പോൾ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അത് അവകാശ ലംഘനത്തിൽ വരും. അതായത് പ്രസംഗമൊക്കെ നടത്തുമല്ലോ, പ്രസ്താവനയൊക്കെ നടത്തും. അപ്പോൾ അസത്യമായ കാര്യങ്ങൾ പറയുക, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുക, അങ്ങനെ അതൊക്കെയാണ് ഇന്ദിരാഗാന്ധിയെ പുലിവാല് പിടിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ വിത്ത് ദി ഫാക്ട്സ് ഓഫ് എ കേസ് എന്ന് പറഞ്ഞിട്ട് വസ്തുതകൾ മറച്ചു പിടിക്കുക, അങ്ങനെ ഒരു മന്ത്രി ചെയ്താലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ വികലമാക്കുക വസ്തുതകൾ, വളച്ചൊടിക്കുക, അങ്ങനെ ചെയ്താലും വരും. എം പിമാർക്ക് അവരുടെ ജോലി സ്വതന്ത്രമായിട്ട് ധീരമായിട്ടും ചെയ്യാനാണ് അവർക്ക് പ്രത്യേക അവകാശങ്ങൾ കൊടുത്തിരിക്കുന്നത്. ജനാധിപത്യം മര്യാദയ്ക്ക് വിനിയോഗിച്ച് ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ കടമ. പിന്നെ സേഫ് ഗാർഡ് ഫ്രീഡം, അതോറിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് പാർലമെൻറ്റ്, അതിനുവേണ്ടിയാണ് പാർലമെൻറ്റിൻ്റെ അന്തസ്സ് കാത്തുരക്ഷിക്കാനും സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാനും ഒക്കെയാണ് അവർക്ക് അവകാശങ്ങൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച്, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, സംസാര സ്വാതന്ത്ര്യം, അത് സംരക്ഷിക്കുക എന്നുള്ളതുണ്ട്. പിന്നെ കോടതികളിൽ നിന്ന് ഒരു രക്ഷാ കവചം, ഇമ്മ്യൂണിറ്റി, അത് എം പിമാർക്ക് ചില ഘട്ടങ്ങളിലുണ്ട്. ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്നില്ല. ക്രിമിനൽ കുറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളെ കൊന്നിട്ട് എം പി വന്നിരിക്കുകയാണെങ്കിൽ സ്പീക്കറെ അറിയിച്ചിട്ട് പോലീസിനെ അവിടെ നിന്ന് തന്നെ പിടിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം, അറിയിച്ചാൽ മാത്രം മതി. ക്രിമിനൽ കുറ്റങ്ങളിലൊന്നും ഇമ്മ്യൂണിറ്റി ഇല്ല. അപ്പോൾ ഈ സിവിൽ കേസ് ഉണ്ടെന്നിരിക്കട്ടെ, അതിർത്തി തർക്കമൊക്കെ പോലുള്ള കേസുകൾ, അങ്ങനത്തെ സിവിൽ കേസുകളിലൊക്കെ ആണെങ്കിൽ അറസ്റ്റിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ സെഷൻ നടക്കുമ്പോൾ, അതായത് ഒരു പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് 40 ദിവസം മുമ്പും പാർലമെൻറ്റ് സമ്മേളനം തീർന്നിട്ട് 40 ദിവസം കഴിയുന്നത് വരെ ഈ സുരക്ഷാ കവചമുണ്ട്, അറസ്റ്റ് ചെയ്യരുത് എന്നുണ്ട് സിവിൽ കേസുകളിൽ. ക്രിമിനൽ കേസുകളിലല്ല, അങ്ങനെയുണ്ട്. പിന്നെ ഈ പാർലമെൻ്ററി മറ്റേ എങ്ങനെയാണ് നടപടിയെടുക്കേണ്ടത്, പ്രിവിലേജസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ലോക്സഭയുടെ നിയമാവലി ഉണ്ടല്ലോ, റൂൾസ് ഓഫ് ബിസിനസ്, അതിൻ്റെ ചാപ്റ്റർ 20 റൂൾ 22 അധ്യായം 20 വകുപ്പ് 22, അതാണ് ലോക്സഭ. ഇത് ലോക്സഭയല്ലല്ലോ, ഇത് രാജ്യസഭയാണ്. അപ്പോൾ രാജ്യസഭയുടെ റൂൾസ് ഓഫ് ബിസിനസ്സിൽ ചാപ്റ്റർ 16 അധ്യായം 16 റൂൾ 187 വകുപ്പ് 187, അതായത് 16-ാം അധ്യായം വകുപ്പ് 187, അതിലാണ് രാജ്യസഭയിൽ എങ്ങനെയാണ് ഈ അവകാശ ലംഘനം ഒക്കെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോണിയാഗാന്ധിയെ അവരുടെ ഭാഗം വിശദീകരിക്കാനായിട്ട് വിളിച്ചു വരുത്തും ഒരു കമ്മിറ്റി. അത് ഈ ലോക്സഭയിൽ 15-അംഗ സമിതിയാണ് നിയോഗിക്കുക. ലോക്സഭയിൽ സ്പീക്കർ, ഇവിടെ രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ രാജ്യസഭയിലാണെങ്കിൽ 10-അംഗ സമിതിയാണ് നിയോഗിക്കുക. ആ സമിതി സോണിയാഗാന്ധിയെ വിളിച്ചു വരുത്തും. പറയാനുള്ളത് വിശദമാക്കാൻ, അവർക്ക് പറയാനുള്ളത് വിശദീകരിക്കുക എന്ന് പറയും. ഇപ്പോൾ ഈ ലോക്സഭയുടെ ഒക്കെ കാലത്ത് തന്നെ ഒരു തൃണമൂൽ MP സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ലോക്സഭയുടെ കാലത്ത് അല്ല, ഇത് പുതിയതാണ്. അതിന് തൊട്ട് മുമ്പ് MP-ക്കെതിരെ സസ്പെൻഷൻ വന്നിട്ടുണ്ട്. പിന്നെ മുമ്പ് പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി,
എന്നിവർ ഈ റാഫേൽ കേസിൽ സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെയും അവകാശ ലംഘന നടപടികൾ വന്നിട്ടുണ്ട്. 1978 ഇന്ദിരാഗാന്ധിക്കെതിരെ ആഭ്യന്തരമന്ത്രി ചരൺ സിംഗ് ഒരു അവകാശ ലംഘന നോട്ടീസ് അവതരിപ്പിച്ചിരുന്നു. ലോക്സഭയിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഭരണഘടനയുടെ വകുപ്പ് 105 ഈ പാർലമെൻറ്റിലെ അവകാശ ലംഘനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്കെതിരായ പ്രധാനപ്പെട്ട ഈ പ്രശ്നം വന്നത് 1978 നവംബർ 22-നാണ് അവകാശ ലംഘന പ്രമേയം എടുത്തത്. അത് 4 ഉദ്യോഗസ്ഥരെ ഇവർ വസ്തുതകൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഇന്ദിരാഗാന്ധി തടഞ്ഞു, 4 ഉദ്യോഗസ്ഥരെ എന്ന് കണ്ടെത്തിയിട്ടാണ് അത് ചെയ്തത്. 1975 ജ്യോതിർമയി ബാസു ഇല്ലേ, CPM-ൻ്റെ നേതാവ് ജ്യോതിർമയി ബാസു ഈ മാരുതി കമ്പനിയെ പറ്റി ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. മാരുതി കമ്പനി തുടങ്ങിയത് സഞ്ജയ് ഗാന്ധിയാണല്ലോ, അത് അവതാളത്തിലായിരുന്നു. പിന്നെ അത് സർക്കാർ തന്നെ സർക്കാരിൻ്റെ ഒരു കമ്പനിയാക്കി, മറ്റേ സുസുക്കിയുമായിട്ട് ചേർന്നിട്ട് ജപ്പാനിലെ ഈ മകൻ ചെയ്തൊരു പോഴത്തം എടുക്കുകയായിരുന്നു അത്. അപ്പോൾ ആ മറ്റേ സഞ്ജയ് ഗാന്ധിയുടെ കാലത്തെ മാരുതിയെ പറ്റി ഒരു ചോദ്യം ജ്യോതിർമയി ബാസു 1975 ഉന്നയിച്ചിരുന്നു ലോക്സഭയിൽ. അതിനുള്ള ഉത്തരം, സത്യം ആയിട്ടുള്ള വിവരം കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥരെ ഇന്ദിരാഗാന്ധി പിന്തിരിപ്പിച്ചു എന്ന് കണ്ടെത്തി. അതിലൊരു ഉദ്യോഗസ്ഥൻ ഇന്ദിരാഗാന്ധിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ RK ധവാൻ, പിന്നെ D. സെൻ മുൻ CBI ഡയറക്ടർ. അപ്പോൾ 1007 പേജുള്ള റിപ്പോർട്ടാണ് അന്നത്തെ സമിതി, 15-അംഗ സമിതി ലോക്സഭയിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ കൊടുത്തത്. ആ സമിതിയുടെ ചെയർമാൻ അന്ന് സമർ ഗുഹ ആയിരുന്നു. എന്നിട്ടാണ് ഇന്ദിരാഗാന്ധിയെ പുറത്താക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ സോണിയാഗാന്ധിയുടെ കുടുംബത്തിൽ തന്നെ ഇതേ സംഭവങ്ങൾ നേരത്തെ അവകാശ ലംഘനമൊക്കെ നടത്തിയ സ്ത്രീകൾ തന്നെയുണ്ട്. മാത്രമല്ല കഠിന ശിക്ഷ കിട്ടുകയും ചെയ്തിട്ടുണ്ട്, ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറ്റ് പൈതൃകം പിന്തുടരുന്നു എന്ന് നടപടി വന്നാലും മദാമ്മയ്ക്ക് അവകാശപ്പെടാവുന്ന അവസ്ഥയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.